ബുഡാപെസ്റ്റിൽ ഡാന്യൂബ് നദിക്കരയിലെ കുന്നിൻ മുകളിൽ ഹംഗറിയുടെ കലാസാംസ്കാരിക ചരിത്ര മകുടമായി ബുഡാ കാസിൽ. ചക്രവർത്തിമാരുടെയും അധിനിവേശകരുടെയും പാദമുദ്ര പതിഞ്ഞ കലയുടെയും വാസ്തുവിദ്യയുടെയും ആരൂഢമായ ഒരു നാടിന്റെ സ്വത്വം കാലത്തിലൂടെ പുനർജനിക്കുന്ന കോട്ടകൊത്തളങ്ങളും കൊട്ടാരങ്ങളുമുള്ള ബുഡാ കാസിൽ. ബുഡാ കാസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കോട്ട ഹംഗേറിയൻ നഗരത്തിന്റെ അല്ലെങ്കിൽ ഹംഗേറിയൻ രാജ്യത്തിന്റെ ഉയർച്ച താഴ്ചകളെല്ലാം കണ്ട ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ്. ഇതിനുള്ളിൽ റോയൽ പാലസ് ഉണ്ട്, നാഷണൽ ഹിസ്റ്ററി മ്യൂസിയമുണ്ട്, നാഷണൽ ആർട്ട് ഗാലറി ഉണ്ട്, നിരവധി ഓഫീസുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിനുശേഷവും ഉണ്ടായ പല അധിനിവേശങ്ങളിലും ഒരുപാട് നാശനഷ്ടങ്ങൾ നേരിട്ടുള്ള കോട്ടയാണിത്. പക്ഷേ ഈ കോട്ട പഴയ സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ബുഡാ കുന്നിലേക്ക് പോകേണ്ടത് 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഫ്യൂണിക്കുലർ ട്രെയിനിലാണ്. നടന്നും കുന്നുകയറാം. ഡാന്യൂബ് നദിയിലെ തൂക്കുപാലത്തിൻ്റെ ബുഡാ കരയിലുള്ള ആദം ക്ലാർക്ക് സ്ക്വയറിൽ നിന്ന് പാളത്തിൽ അള്ളിപ്പിടിച്ചു കയറുന്ന ഫ്യൂണിക്കുലർ ട്രെയിൻ. പതിമൂന്നാം നൂറ്റാണ്ടിൽ മംഗോളിയൻ അധിനിവേശം നാശോന്മുഖമാക്കിയ കാസിൽ ഹിൽ ബേല നാലാമൻ രാജാവ് കോട്ട കെട്ടി സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ബുഡായുടെ രാജകീയ പൈതൃകം അവിടെ തുടങ്ങുന്നു. ഗോഥിക്, റിനേസൻസ്, ബാരോക്ക് വാസ്തുകലകൾ സമന്വയിക്കുന്ന നിർമ്മിതി. നൂറ്റാണ്ടുകൾ നീണ്ട രാജാധികാരത്തിൻ്റെയും അധിനിവേശങ്ങളുടെ പരമ്പരകൾ നിലംപരിശാക്കിയ തകർച്ചയുടെയും കഥകൾ പറയാനുണ്ട് ഈ കോട്ടയ്ക്ക്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഹംഗറിയുടെ രാജ്യാധികാരം കേവലം 14 വയസ്സ് മാത്രമുള്ളപ്പോൾ ഏറ്റെടുത്ത ചരിത്രത്തിൽ ജസ്റ്റ് എന്നറിയപ്പെടുന്ന മത്തിയാസ് കോർണിബസ് രാജാവിൻ്റെ കാലമായിരുന്നു കാസിലിൻ്റെ സുവർണകാലം. യൂറോപ്പിലെ ഏത് രാജ്യത്തെയും അസൂയപ്പെടുത്തിയിരുന്ന കലയും ശാസ്ത്രവും സംഗീതവും സമ്മേളിച്ചിരുന്ന മത്തിയാസ് രാജധാനി. എന്നാൽ ഈ സുവർണശോഭ ഏറെ നാൾ നീണ്ടുനിന്നില്ല. 1541 ഒട്ടോമൻ തുർക്കുകൾ കോട്ട കീഴടക്കി തകർത്തു തരിപ്പണമാക്കി. 1.5 നൂറ്റാണ്ട് പ്രേതഭൂമി പോലെ കിടന്ന കാസിൽ ഹാസ്ബർഗ് രാജാക്കന്മാർ പുതുക്കിപ്പണിതു. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഹംഗേറിയൻ രാജാക്കന്മാരുടെയും ഗവർണർമാരുടെയും ആസ്ഥാനമായിരുന്ന ബുഡാ കാസിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ബോംബിങ്ങിൽ കൽക്കൂമ്പാരമായി മാറി. യുദ്ധാനന്തര പുനർനിർമ്മിതിയാണ് ബുഡാ കാസിലിനെ ഹംഗറിയുടെ സഞ്ചിത സ്മൃതി കുടീരമാക്കി മാറ്റിയത്. പാരമ്പര്യത്തിന്റെ ചില ശേഷിപ്പുകൾ ഇന്നും കോട്ടയിലുണ്ട്. ഓരോ മണിക്കൂറിലും നടക്കുന്ന സന്തൂർ പാലസിന് മുന്നിലെ ചേഞ്ച് ഓഫ് ഗാർഡ് അത്തരമൊരാചാരമാണ്. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള പരേഡാണ് ഏറ്റവും മനോഹരം. അതിവിപുലമായ ഡ്രില്ലുകളും സംഗീതത്തിന്റെ അകമ്പടിയുമുള്ള പരേഡാണ് ചേഞ്ച് ഓഫ് ഗാർഡ്. �1957 സ്ഥാപിതമായ ഹംഗേറിയൻ നാഷണൽ ഗാലറി മധ്യകാല റിനേസൻസ്, ഗോഥിക്, ബാരോക്ക്, ഹംഗേറിയൻ കലകളുടെ കേന്ദ്രമാണ്. ബുഡാപെസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയം 2000 വർഷത്തെ നഗരത്തിന്റെ പരിണാമ ചരിത്രത്തിലേക്കുള്ള യാത്രയാണ്. �1997 സെർബിയയിലെ സെൻഡ യുദ്ധത്തിൽ വെച്ച് അവസാനത്തെ തുർക്ക് സൈന്യത്തെ ഉന്മൂലനം ചെയ്ത സവോയിയിലെ യൂജിൻ രാജകുമാരന്റെ പ്രതിമ കൊട്ടാരമുറ്റത്ത് കുതിരപ്പുറത്തേറി നിൽക്കുന്നു. ബുഡാ കാസിലിന്റെ മട്ടുപ്പാവിൽ നിന്നുള്ള നഗരത്തിന്റെ ആകാശക്കാഴ്ച അവിസ്മരണീയമാണ്. ഡാന്യൂബ് നദിയിലെ ചരിത്രപ്രസിദ്ധമായ ചെയിൻ ബ്രിഡ്ജ്, നദിക്കക്കരെയുള്ള പെസ്റ്റ് നഗരത്തിലെ പാർലമെന്റ് മന്ദിരം,
അമ്മൂമ്മ കഥകളിലെ അലൗകിക ആലയങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഫിഷർമെൻസ് ബാസ്റ്റൺ, ഹംഗറിയിലെ രണ്ടാമത്തെ വലിയ പള്ളിയായ മത്തിയാസ് ചർച്ച് തുടങ്ങി ചരിത്രപ്രസിദ്ധമായ പല നിർമ്മിതികളുടെയും വിഹക കാഴ്ച മട്ടുപ്പാവ് നൽകുന്നു.